ഒരു പ്രതികാരത്തിൻ്റെ കഥയിലേക്കാണ് ഞാൻ ഇനി പ്രേക്ഷകരെ കൂട്ടിയിട്ട് പോകുന്നത്. ഒരു പ്രതികാരത്തിൽ നിന്ന് പലതരത്തിലുള്ള വാഴവിത്തുകളുടെ സംഭരണത്തിലേക്ക് എത്തിയ ഒരു കർഷകൻ്റെ കഥ. അപ്പോൾ ആ പ്രതികാരം എന്തെന്നല്ലേ നമുക്കതിങ്ങനെ കാണാം. റബ്ബർ വെട്ടുകാരനായ കൊല്ലം സ്വദേശി ഉണ്ണികൃഷ്ണൻ്റെ മധുര പ്രതികാരത്തിൽ തഴച്ച വാഴകൃഷിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു മലയാളി കർഷകനോട് ഉണ്ണികൃഷ്ണൻ അപൂർവ ഇനം വാഴ വിത്ത് ചോദിച്ചു. എന്നാൽ അത് ആ കർഷകൻ ഉണ്ണികൃഷ്ണന് കൊടുത്തില്ല. പകരം അതൊരു ഗോവക്കാരന് നൽകി. അങ്ങനെ തന്നെ അവഗണിച്ചപ്പോൾ തോന്നിയ വാശിയിൽ നിന്ന് ഒരു വാഴയ്ക്ക് പകരം ഇന്ന് 400-ലധികം അപൂർവ ഇനം വാഴകളുടെ സമ്പത്തിനുടമയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ കർഷകൻ. നീ ഒരു കഴിവുകെട്ടവനാണ്, നീ ഒരു വാഴയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള പദപ്രയോഗങ്ങളുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നാടൻ ഭാഷയിലുള്ള പ്രയോഗമാണിത്. പക്ഷേ അടുത്തിടെ തമിഴ്നാട്ടിൽ ഇറങ്ങിയ വാഴ എന്ന് പറഞ്ഞൊരു സിനിമ കാണണം. സംഭവകഥയാണ്. അത് കണ്ടാൽ ഒരു വാഴ എന്ന പ്രയോഗം ഒരു മനുഷ്യനെ നോക്കിയും പറയാൻ കഴിയില്ല. മനുഷ്യനേക്കാളും പ്രാധാന്യവും വിലയുമുള്ളതാണ് വാഴയെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഉണ്ണികൃഷ്ണൻ എന്ന വാഴ കർഷകൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അത് നമുക്ക് പറഞ്ഞു തരും. കാണാം ഉണ്ണികൃഷ്ണൻ്റെ വാഴ കർഷകൻ്റെ കഥ. ഇത് ടെൻ സുമാത്ര, ഇന്തോനേഷ്യ സ്വദേശി, മഞ്ഞക്കൂമ്പ്, ഡബിൾ ക, 6 മാസത്തിൽ കുലയ്ക്കും. ഇത് വിയറ്റ്നാം സ്വദേശിനി സാഫ് എന്ന കുക്കിംഗ് ബനാന, 7 മാസത്തിൽ വിളവെടുക്കാം. ഇവൾ തായ്ലൻഡ് സുന്ദരി തായ് ഹു, കണ്ടാൽ ഏത്തക്ക, പക്ഷേ ടേസ്റ്റിൽ റോബസ്റ്റ മാറി നിൽക്കും. ഇവൾ കർണാടക ബെൽഗാമിലെ 10 ഫ്ലവർ, കുലച്ചാൽ ഒറ്റക്കുലയിൽ 10 കൂമ്പ്. കോട്ടൂർ വനസുന്ദരി ഒറ്റമുങ്കി എന്ന ഏത്തക്ക, കാർവർണ്ണന്റെ നാമധേയത്തിലും നിറത്തിലും അറിയപ്പെടുന്ന കൃഷ്ണവാഴ പടത്തി. മുഖാമനുഷ്യരുടെ ഇറച്ചിവാഴ എന്ന കരിങ്കതളിയും ഇന്തോനേഷ്യയിലെ വെരിഗേറ്റ് മൂസ ഫ്ലോറിഡയുടെ ഇലയ്ക്കും പഴത്തിനും ഇരട്ട നിറം. തമിഴ്നാട്ടിലെ ഉൾഗ്രാമ താരസുന്ദരി മനോരഞ്ജനിയും വൈദേശിക കേരള വൈൽഡ് ഇനങ്ങളോട് റാമ്പിലെന്ന പോലെ മത്സരിക്കുന്നു. റബ്ബർ വെട്ടുകാരനായ കൊല്ലം സ്വദേശി ഉണ്ണികൃഷ്ണൻ ഒരു മലയാളിയോട് അപൂർവ ഇനം വാഴക്കെന്ന് ചോദിച്ചു. തന്നെ ഒഴിവാക്കി ഗോവക്കാരന് നൽകി. അന്ന് തുടങ്ങിയ മധുര പ്രതികാരമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ വാഴകൃഷി. പാറശാല വാഴച്ചേട്ടൻ വിനോദ് ഉണ്ണിയെ ചേർത്ത് നിർത്തി. അങ്ങനെ മഹേഷിന്റെ പ്രതികാരം യാഥാർത്ഥ്യമായി. ഇന്ന് ഞാൻ തൃപ്തനാണ്. കാരണം നമുക്ക് ഇത്രയും വാഴകൾ ഇതുവഴി കിട്ടി. കാരണം ആളിനേക്കാൾ കൂടുതൽ ഇന്ന് വാഴ എനിക്ക് കിട്ടും. 100ഓളം ഇനം വിദേശ വാഴയും ബാക്കി 300ഓളം നമ്മളെ സ്വദേശിയും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ വാഴയും വനവാഴകളും ഒക്കെ ഉണ്ട്. ഇപ്പം എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും പറയാനുള്ളത് ഒന്ന് നമ്മളെ വാഴച്ചേട്ടൻ. ആദ്യമായി എനിക്ക് പാറശാല വാഴച്ചേട്ടൻ ആദ്യമായി എനിക്ക് 2-3 വാഴക്കന്ന് ഫ്രീ ആയി തന്ന് എനിക്കതുകൊണ്ട് തൃപ്തനാണ്. ഇതിൽ വാഴക്കൃഷി എനിക്ക് തൃപ്തനാണ്. ഞാൻ ഇനിയും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കൊണ്ടുവരിക എന്നെയും. എൻ്റെ ഈ പിന്നിൽ ഈ കാണുന്ന വാഴ കണ്ടോ? ഇത് നമ്മുടെ ട്രംപിൻ്റെ നാട്ടുകാരിയാണ്. ആ അമേരിക്കൻ വാഴ മുതൽ നിരവധി വാഴകൾ ഈ തോട്ടത്തിലുണ്ട്. അതേസമയം നമ്മുടെ കിളിച്ചിങ്ങൻ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിനിയായിട്ടുള്ള വംശനാശം സംഭവിച്ചു എന്ന് കരുതുന്ന ആ വാഴയുടെ ഇനം തേടി അലയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ. അത് കിട്ടുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.